എല്ലാവരും ഇങ്ങോട്ട് നോക്കി. ഒതുങ്ങാൻ KPCC ഓഫീസിൽ പോയി പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ടടാ. ഇത് DYFI ഓഫീസ് അല്ല. തന്റെ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. വേണ്ട വേണ്ടെന്ന് വെച്ചാലും ഈ മനുഷ്യനെ സമ്മതിക്കും. ഞാൻ പറഞ്ഞ കേട്ടേ മതിയാവൂ. മനസ്സിലായില്ലേ? അവസരങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഈ ചർച്ച നിറയെ കണ്ടതല്ലേ? അവസരങ്ങൾ എങ്ങനെയാണ് വീതം വെച്ച് കൊടുത്തതെന്നൊക്കെ. ഈ ചിരി, ഇതാണ് ഞാൻ മിസ്സായത്. എവിടെയായിരുന്നു? അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. ഒന്ന് നിർത്തു സഹോദര, ഇത് DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അല്ല. ഞാൻ പറയുന്ന കേൾക്കൂ. ആ മുഖഭാവം കണ്ടോ? സഹിക്കണില്ല. ചത്ത പോലെയുള്ള ആ ഇരിപ്പുണ്ടല്ലോ, ആ മുഖം കണ്ടാലറിയാം നിവൃത്തികേട് കൊണ്ടാണെന്ന്. ന്യായീകരിച്ചല്ലേ പറ്റൂ. കാരണം സ്ത്രീപീഡനം എടുത്ത അവിടെ കാണും, ലഹരി കേസ് എടുത്ത അവിടെ കാണും, കൊലക്കേസ് എടുത്ത അവിടെ കാണും. എന്തൊരു ഗതികേടാണ് നമ്മുടെ ജയിക്കിന്റെ എന്ന് നോക്കണേ. എന്തിനും ഏതിനും ന്യായീകരിക്കാൻ ജയിക്ക് മാത്രം കഷ്ടം തന്നെ. ആ വായടക്കാൻ പറയാ. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ അദ്ദേഹത്തിന് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ പാടില്ല. ചേക്കേ ഇറങ്ങി ഓടിക്കോ, വല്ല റബ്ബറും വെട്ടാൻ പോണതായിരിക്കും നല്ലത്. ഇല്ലെങ്കിലേ ജ്യോതികുമാർ ചാമക്കാല ഇങ്ങളെന്ന് വെടുപ്പാക്കിയേ വീട്ടു. ഇത് കടിക്കോ? ബിസ്ക്കറ്റ് ഇട്ടോണ്ടിരുന്ന കടിക്കൂല, ഓടാൻ വല്ല ഉദ്ദേശം കടിച്ച് കീറി.